ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ അത് പരുന്തിന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, ഈഗിൾ ആറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിൽ കുറെ പക്ഷികൾ പറക്കുന്നുണ്ട്, എന്നാൽ പരുന്താണ് ഈ പക്ഷികളുടെയും ആകാശത്തിന്റെയും രാജാവ്. ഒരു പരുന്തിന്റെ ആറ്റിറ്റ്യൂഡ് മറ്റു പക്ഷികളുടെ കൂടെ ജീവിക്കുന്നത്, അതിൻ്റെ കൂടെ പറക്കുന്നത് ആ പക്ഷികളെ പോലെ ആകുന്നതും അല്ല, മറിച്ച് ഇത് തനിയെ പറക്കും. നല്ല ഉയരത്തിൽ പറക്കാനാണ് ഇതിന്റെ ലക്ഷ്യം. ആരെക്കൊണ്ടും തൊടാൻ കഴിയാത്ത ഉയരത്തിൽ. ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, ആരും തൊടരുത്, ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റരുത്. എന്തുകൊണ്ടെന്നാൽ പറക്കുന്ന ഒരു പരുന്തിന്റെ പുറകെ പലപ്പോഴും പല കാക്കകളും അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ പരുന്ത് ആ കാക്കയുടെ കൂടെ തിരിച്ച് ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നിനും പോകില്ല. അതിനു പകരം ഒരു റെസ്പോൺസും കൊടുക്കാതെ അതിന്റെ ചിറക് നല്ലോണം വിരിച്ച് വീണ്ടും ഉയരങ്ങളിലേക്ക് കാക്കയെ നോക്കി പറക്കും, അതിനെ വെല്ലുവിളിക്കും. എന്നാൽ കാക്കയ്ക്ക് അത്രയും ഉയരത്തിലേക്ക് പോകാൻ കഴിയില്ല. കാക്കയ്ക്ക് വേണ്ടത്ര ഓക്സിജൻ അത്രയും ഉയരത്തിൽ കിട്ടില്ല. നമ്മുടെയൊക്കെ ലൈഫും ഇങ്ങനെയൊക്കെയാണ്. ഈ കാക്ക നിങ്ങളുടെ എല്ലാ ചലഞ്ചസുമായിട്ട് എടുക്കാം. പിന്നെ ആ പരുന്തിന്റെ സ്ട്രോങ് മെന്റൽ ആറ്റിറ്റ്യൂഡും. ഒരു പരുന്ത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് ചിരിച്ച് തള്ളി ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുക. ആ പ്രോബ്ലംസ് നിങ്ങളെ ബാധിക്കാതെ ഇനി ബാധിച്ച പ്രോബ്ലംസ് എതിരാളിക്ക് മധുര പ്രതികാരം എന്ന രീതിയിൽ ആകും. ആരേലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതിലും ഉയരത്തിലേക്ക് പറക്കൂ. അവരിൽ നിന്നൊക്കെ വരുന്ന ചലഞ്ചസ് തട്ടിമാറ്റി അതിലും ഉയരങ്ങളിലേക്ക് പറക്കൂ. ജീവിതത്തിൽ ഒന്നിനു പുറകെ ഓരോന്നായി പ്രശ്നങ്ങൾ വന്നാലും അത് തകർത്ത് ഉയരങ്ങളിലേക്ക് പോകൂ. ഒരു പരുന്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ചിറകിലാണ്. അങ്ങനെ അതിന്റെ ചിറക് വിരിച്ചില്ലെങ്കിൽ അതിന് പറക്കാൻ കഴിയില്ല, വേണ്ടത്ര ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓപ്പൺ ആയി വെച്ചില്ലെങ്കിൽ ലേൺ ചെയ്യുന്നതിന്, ഇംപ്രൂവ് ആക്കുന്നതിന്, സ്ട്രോങ് ആകുന്നതിന് നിങ്ങൾക്കും പറക്കാൻ കഴിയില്ല. ഒരു പരുന്തിനെ പോലെ ആകാൻ അതിന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യണം. അതുപോലുള്ള മെന്റാലിറ്റി ആൻഡ് മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. പരുന്തിന് കൊടുങ്കാറ്റാണ് ഇഷ്ടം. ഒരിക്കൽ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഓൾ ബേർഡ്സ് ഫൈൻഡ് ഷെൽട്ടർ ഡ്യൂറിങ് എ റെയിൻ, ബട്ട് ഈഗിൾ അവോയ്ഡ്സ് റെയിൻ ബൈ ഫ്ലൈയിങ് എബോവ് ദി ക്ലൗഡ്സ്. അതായത് കാർമേഘം കയറി മഴയ്ക്കുള്ള സാധ്യത വന്നാൽ ഇത് കണ്ട് എല്ലാ പക്ഷികളും ഓടി മറയും, സ്വയം സേഫ് ആക്കും. എന്നാൽ പരുന്ത് ഇത് നോക്കി ഭയപ്പെട്ട് നിൽക്കില്ല, മറിച്ച് അത് നോക്കി എക്സൈറ്റ് ആയി നിൽക്കും, ചലഞ്ചസിനെ എൻജോയ് ചെയ്യും. മഴയുടെയും കാറ്റിന്റെയും ശക്തി കൂടിയാൽ ഇനിയും വേഗത്തിൽ ഉയരങ്ങളിലേക്ക് നോക്കി ഉയരത്തിലേക്ക് പറക്കും. നിങ്ങളുടെ ലൈഫിലെ ഓരോ പ്രോബ്ലംസും നോക്കിയാൽ അതിനെല്ലാം ഒരു സൊല്യൂഷൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ ചലഞ്ചസിലും ഓപ്പർച്യൂണിറ്റി മറഞ്ഞിരിപ്പുണ്ട്. എപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസിന് മുകളിലേക്ക് പറക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാകും. ഇതുതന്നെയാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്: എവരി ചലഞ്ചസ് ബ്രിങ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വിത്ത് ഇറ്റ്. നിങ്ങൾ എപ്പോൾ ഒരു പരുന്ത് പോലെ നിങ്ങളുടെ ലൈഫിലെ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ലൈഫിൽ ഗ്രോ ആക്കാനും നിങ്ങളെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണുന്നോ അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുക. ഒരു പരുന്തിന്റെ കൂട്ടിൽ ഒരിക്കലും സോഫ്റ്റ് ആയ ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടിൽ നിന്നും വെളിയിലെടുക്കും. ഒരു പരുന്ത് അതിന്റെ കൂട്ടിൽ കംഫർട്ടബിൾ ആയി ഇരിക്കുന്നത് അതിന് ഒരിക്കലും അംഗീകാരമായി തോന്നില്ല, മറിച്ച് ഉയരങ്ങളിൽ പറക്കണം എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതിന്റെ കൂട്ടിൽ എത്രത്തോളം കഠിനമായി വെക്കാമോ അത്രത്തോളം കഠിനമായ വസ്തുക്കൾ വെക്കും. ഇനി അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സോഫ്റ്റ് ആയ ഇലകളും കമ്പുകളും വെക്കും. പതിയെ പതിയെ അത് മാറ്റി കഠിനമായത് വെക്കും. കൂട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സോഫ്റ്റ് ആയ എലമെന്റ്സ് മാറ്റിവെക്കും. അവർ തിരികെ വരുമ്പോൾ കൂട്ടിലേക്ക് അതേപടി വെച്ചും കൊടുക്കും. ഉയരത്തിലേക്ക് പറക്കാൻ ആ കുഞ്ഞുങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകും, കൂട്ടിൽ കംഫർട്ടബിൾ ആയി ഇരിക്കുന്നതല്ല, ഉയരത്തിലേക്ക് പറക്കുന്നതാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന്. ഒരു പരുന്തിന് ഇതൊക്കെ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ കഴിയുന്നു. എന്നാൽ നമ്മൾ മനുഷ്യർക്കോ എത്രത്തോളം കംഫർട്ടബിൾ ആയി ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം കംഫർട്ടബിൾ ആയി ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, കംഫർട്ടബിൾ എല്ലാവർക്കും വേണം. എന്നാൽ ഇത് ആവശ്യത്തിൽ കൂടുതലാണ് പലർക്കും. വിശക്കുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്യും. ബോറടിക്കുന്നുണ്ടെങ്കിൽ വെറുതെ റീൽസ് കണ്ട് സമയം കളയും. ഈ എല്ലാ വലിയ കമ്പനീസും നമ്മുടെ ലൈഫ് എത്രത്തോളം ഈസി ആൻഡ് കംഫർട്ടബിൾ ആക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ആക്കുന്നു. അളവിലധികം കംഫർട്ടബിൾ സോൺ, അതാണ് നമ്മുടെ എതിരാളി. 40 വയസ്സായ ഒരു പരുന്തിന്റെ നഖങ്ങൾ വലുതാകും, അതിന്റെ ചുണ്ടുകൾ നീണ്ടു വളയും,
അതിന്റെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും വരും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട രീതിയിൽ ഇരയെ പിടിക്കാൻ കഴിയില്ല. ആ സമയം അവർക്ക് ശരിക്കും പറക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ മരിക്കാം, അല്ലെങ്കിൽ അതൊരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ മാറ്റാം. ഇത് ചെയ്യുന്നതിന് അത് കൂട്ടിൽ പോയി കല്ലിൽ ചുണ്ടിട്ട് ഇടിക്കും. ആ ചുണ്ട് ഒടിയുന്നതുവരെ. പിന്നെ അത് വളരാനായി കാത്തിരിക്കും. അതിനുശേഷം അതിന്റെ നഖങ്ങൾ കൊത്തി പറിച്ചു കളയും. എന്നിട്ട് പുതിയ നഖങ്ങൾ വളരാൻ അവർ കാത്തിരിക്കും. അതിനുശേഷം ചിറകുകളും കൊത്തിപ്പറിച്ചു കളയും. എന്നിട്ട് പുതിയ ഒന്നിനായി കാത്തിരിക്കും. അങ്ങനെ പിന്നെയും മുന്നോട്ട് 30 വർഷം ജീവിക്കാൻ അവർക്ക് കഴിയും. ഒരു പരുന്ത് പറക്കുന്ന ഉയരത്തിൽ വേറൊരു പക്ഷിക്കും പറക്കാൻ കഴിയില്ല. അപ്പോൾ പരുന്ത് കരുതുന്നത് അവരെ എല്ലാം മറികടന്ന് ഉയരത്തിൽ വന്നെന്ന്. നമ്മൾ എല്ലാവരും ആ സാധാ പക്ഷികളാണെങ്കിൽ നിങ്ങൾ ഈ പരുന്തിനെ പോലെയാകാൻ ശ്രമിക്കുക. റിസ്ക് എടുക്കൂ. ഒരു പരുന്തിനെ പോലെ സ്ട്രോങ് വിഷൻ ഡെവലപ്പ് ചെയ്യൂ. ഒരു പരുന്ത് അതിന്റെ ഇരയെ 5 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും കണ്ട് ടാർഗറ്റ് ലോക്ക് ചെയ്യും. അപ്പോൾ വഴി എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അവർ നോക്കാറില്ല. അത് എന്തായാലും എന്ത് ചെയ്തായാലും ഇരയെ പിടിക്കും. ഗോൾ അച്ചീവ് ചെയ്യും. അതിന്റെ ഇരയ്ക്കായി ഒരിക്കലും അവർ വെയിറ്റ് ചെയ്യില്ല, തേടി കണ്ടുപിടിക്കും. ഈ മെന്റൽ ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഒരു പരുന്ത് 70 വർഷം ജീവിക്കുന്നത്. മറ്റു പക്ഷികളെ പോലെ അത് വിശന്ന് ചാകില്ല. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനു വേണ്ടി റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുക, അതിന്റെ പുറകെ പോവുക. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ കഴിയില്ല, അത് നിങ്ങൾക്കേ കഴിയൂ. പാസ്റ്റ് പോട്ടെ, ഇനി പ്രസന്റ് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. പാസ്റ്റിൽ നടന്നതും ചെയ്തതും ഓർത്തിരുന്ന് ഫ്യൂച്ചർ കളയാതെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഒരു പരുന്തിന്റെ ഇരയെ അത് മിസ് ചെയ്താൽ അതിരുന്ന് കരയുവോ? ഇല്ല. വേട്ടയാടൽ നിർത്തുവോ? ഇല്ല. അടുത്ത ഇരയെ തേടും. ഇതുപോലെയാകൂ. പാസ്റ്റ് ഇനി മാറ്റാൻ കഴിയില്ല. ഫ്യൂച്ചർ അത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അവസാനമായി ഒരു മഹാൻ പറഞ്ഞത് പറഞ്ഞു നിർത്താം. വഴിയിൽ കുരച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ പട്ടികളെയും നിങ്ങൾ എറിഞ്ഞോടിക്കാൻ നിന്നാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പാഷ്യം നോക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ അതിന് വേണ്ടത് ചെയ്യുക. ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കുക. കഴിഞ്ഞുപോയ പാസ്റ്റും അതിൽ നടന്നതും അതിൽ നഷ്ടപ്പെട്ടതും ഓർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പാസ്റ്റ് പാസ്റ്റായി, അത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.